എന്റെ പേരിലാണ് ഇത് എന്റെ ഷെയറാണ്. നിങ്ങൾ എന്നും കണ്ടതാണ് എന്റെ അമ്മ ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവര് തട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ എന്നിട്ട് ഇത്തരം കടകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. സോമരാജനും എല്ലാം കൂടെ ഇത് എന്റെ അച്ഛൻ 83 ഷെയർ കിട്ടിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അച്ഛന് ഇത് ഷെയർ തിരിഞ്ഞ് അങ്ങനെ ഇതാണ് എന്റെ അച്ഛന് കിട്ടിയതാണ് ഈ ഷെയർ. ഇതിന്റെ ആക്കി ഞങ്ങൾ 17 വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്റെ അച്ഛന് 83 ഇത് കിട്ടിയത്. അതിനുശേഷം രണ്ടാമത് എന്റെ അച്ഛന്റെ ഫാമിലിയിൽ പറഞ്ഞാൽ എന്റെ അമ്മന് അച്ഛന് 2 മക്കൾ അവര് തമ്മിൽ പിരിച്ച ഷെയറാണ് ഇത്. 2018 ഇത് എനിക്ക് കിട്ടി. ഇവിടെയുള്ള ഓലവെറ്റിയുള്ള 146 സെന്റ് സ്ഥലവും ഈ വീടും എന്റെ വീട്ടിലാണ്. പിന്നെ എനിക്ക് കാലശേഷമുണ്ട്. പക്ഷേ കാലശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എഴുതി കൊടുക്കാനുള്ള റൈറ്റോ ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ എന്റെ അമ്മയ്ക്ക് താമസിച്ച് ഞാനിവിടെ ഇറക്കി വിടും. ഇപ്പോഴത്തെ കാലത്തൊക്കെ മക്കളെയൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഇറക്കി വിടുന്നുള്ള നമ്മളങ്ങനെ ഒന്നുമില്ല. ഇറക്കിയൊന്നും നമ്മളമ്മയെ കറക്റ്റായിട്ട് നോക്കുന്നതിന് രണ്ടുപേരും നിങ്ങൾക്ക് എല്ലാം കാണാവുന്നതാണ്. പിന്നെ എന്റെ അമ്മ ജസ്റ്റ് പാത്രമൊക്കെ പെയിന്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മളുടെ ഒന്നി വസ്തു തട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ വസ്തു കുറഞ്ഞ വിലയ്ക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളക്ടറങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജോബ് ലോസ് ഇൻഷുറൻസ് എന്നൊക്കെ എത്തിച്ചെടുക്കാൻ വേണ്ടി ഓരോരോ കളയും, നമ്മൾ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ നോക്കുക. നമ്മുടെ കൺസെന്റ് ഒന്നുമില്ല. കടത്തിക്കൊണ്ട് കണ്ട ആളുകളെ വെച്ച് പറ്റി കളറുണ്ട്. അപ്പോൾ ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ പോയി വെച്ചാൽ പട്ടി കുറയ്ക്കുന്നതിനാണ്. അത് ഇന്നാണ് ഉണ്ടായിരുന്നത്. അന്ന് പട്ടി കുറച്ചുകൊണ്ടിരുന്നത് ഗ്രാമോട്ടിയ പട്ടിയും വെള്ളത്തെ പട്ടിയൊക്കെയാണ് കുറച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അന്ന് തെക്ക് എവിടെയോ ഒരു പട്ടി കുറയും. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഇത് അപ്ലോഡ് ആക്കുന്നു കറക്റ്റായിട്ട്. ഓക്കെ, അത് പറയാം, അതിനെ കുറിച്ച് പറയാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ വീട് എന്ന് പറയുന്നത് എന്റെ ഷെയറാണ്. ഇപ്പോൾ ഇത് 83 എന്റെ അച്ഛന്റെ ഫാമിലി എന്ന് പറയുന്നത്. എന്റെ അച്ഛന്റെ അച്ഛന്റെ അമ്മയും ബാക്കി അച്ഛന്റെ കൂടെ പറഞ്ഞ ഈ പുഷ്പന്മാരെല്ലാവരുമായിട്ട് ഷെയർ ആയി. ഇതെന്റെ അച്ഛനെ കിട്ടി. കാരണം എന്റെ അച്ഛനും ഇതാക്കിയ കാശ് കൊടുത്ത് ഇതാക്കിയ വീടാണ്. അതുകൊണ്ട് എന്റെ അച്ഛന് ഈ ഷെയർ കിട്ടി. ഇത് 9 സെന്റാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതിന്റെ ബാക്കി 17 സെന്റ് ഞാൻ എന്റെ അമ്മയും കൂടെ വാങ്ങിച്ചു. 50 സെന്റ് വാങ്ങിച്ചു, ഞാൻ 7 സെന്റ് വാങ്ങിച്ചു. അപ്പൊ ഇതിന്റെ 26 സെന്റ് സ്ഥലവും ഇത് എന്റെ പേരിലും ഉടമസ്ഥതയിലും പൊസിഷനിലുമാണ്. നിങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2018 എന്റെ അച്ഛന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ആരാ? എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അച്ഛന്റെ 2 മക്കൾ. അപ്പൊ അവളെ പറഞ്ഞു വെച്ച് അവളുടെ പന്തളത്താണ് 1 ഏക്കർ 70 സെന്റ് കണ്ടിക്കൂടെ ഉണ്ടാവുന്നത്. അത് അവർക്ക് കൊടുത്ത് ഇത് എന്റേതുമാണ്. അല്ലെങ്കിൽ ഇനി അവർക്ക് ഇവിടോട്ട് കയറി വരാനുള്ള അവകാശങ്ങളൊന്നും അവർക്കില്ല. അപ്പൊ ഇത് ഇനി ഇത് എന്റേതും അവർക്ക് പന്തളത്തുമാണ് ഉളനാടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ഇവന്മാരിങ്ങനെ നമ്മളെ വെച്ച് പല രീതിയിലുള്ള ഇൻഷുറൻസ് മോഷണമാണ് ജോലി. നമ്മുടെ കൺസെന്റ് ഇല്ലാതെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുക, നമ്മുടെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ നോക്കുക. അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്ക്. അപ്പൊ കഴിഞ്ഞ ദിവസം SNDP വെച്ച് ഇവന്മാർ അങ്ങനെ ശ്രമിച്ചതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പൊ എന്തു വേണ്ടി പറഞ്ഞു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്മാരിങ്ങനെയാണ് നമ്മളെ അവർ ഈ സോമരാജന്റെ വീട്ടിൽ കുറെ ആണുങ്ങളെ ഒരു സുബ്രഹ്മണ്യൻ അങ്ങ് കുറെ ആണുങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ തന്നെ മാസ്കും ഒക്കെ വെക്കുക. സുബ്രഹ്മണ്യന്റെ അങ്ങ് മാസ്ക് വെച്ച് സുബ്രഹ്മണ്യന്റെ 24 മണിക്കൂർ ഇരിക്കുക. ഉറങ്ങുമ്പോഴും മാസ്ക് വെച്ചാണ് ഉറങ്ങുന്നത്. അതുപോലെ തന്നെ തോന്നുന്നു അവൻ എപ്പോഴും മാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ വിശ്വജിത്ത് എന്ന് പറയുന്നത് സോമരാജന്റെ അനിയന്റെ മകന്റെ ഭാര്യ, മകന്റെ മകനാണ് വിശ്വജിത്ത്. അവൻ വന്നിട്ട് അവരുടെ ഫോണുമായിട്ട് കിടക്കുന്നങ്ങാണ്ട് ഫോണുമായിട്ട് വന്ന് അവന്റെ ഈ പുതിയ പേരക്കകത്ത് ഈ ഇതാക്കി അവിടെ പുതിയ പേരക്കകത്ത് മറ്റേ അവരുടെ തന്നെ വീട്ടിൽ വന്ന് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വീടിനകത്ത് കയറി ഇരിക്കുക. എന്നിട്ട് ആരുടെ ഫോണാണ് ഇവന്റെ കയ്യിലിരിക്കുന്നത്. അപ്പം അതിൽ കൂടാണ് എന്റെ കാലയിലോട്ട് വരാൻ ലേസ് അടിക്കുക. അപ്പൊ വേറെ ആരുടെ ഫോണാണല്ലോ, ഇവന്റെ അല്ലോ. അപ്പം അങ്ങനെയൊക്കെ പല കള്ളത്തരങ്ങൾ കാണിക്കുക. ഇവിടെ ആരോ വന്നു ഇതാക്കാൻ വേണ്ടി പട്ടി കുഴപ്പിക്കുക. ഇപ്പം വേറൊരു ഇതാണ്, പുതിയ രീതിയാണ് പട്ടിയെ കുഴപ്പിക്കുക. അത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ കുഞ്ഞുമോന്റെ വീട്ടിൽ ഞാനത് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളൊന്നും അതിന് പടിഞ്ഞാറ് വീട്ടിലൊരു പട്ടിയുണ്ട്. അങ്ങനെ അവരെ കൊണ്ടായിരുന്നു ഇങ്ങനെ കുഴപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു 1-2 ആഴ്ചയായി അതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരത് നിർത്തി. ഇപ്പം പിന്നെ തെക്കൊരെടുത്താണ് ഒരു ഈ പട്ടി കുറയ്ക്കുന്നത്. എവിടാന്ന് നോക്കിയിട്ട് തെക്കൊരെടുത്തായിട്ടാണ് ഈ പട്ടി കുറയ്ക്കുന്നത്. നമുക്ക് എവിടാന്നും അറിയത്തില്ല. ഈ പട്ടികുറയൊക്കെ നമ്മൾ ഇതുപോലെ ഡൽഹിയിലായിരുന്നപ്പോൾ ഇതുപോലെ പട്ടികുറ ഉണ്ടായിരുന്നു.
ശരി. Here inside my house, Sahavya Mandra already and Deepa Expenditure. I'm an LLB and the holder. Okay, and even I learned medical science. I'm a medical scientist. Okay, even that I used to do. I used to do in 2014. I did after that even in 2021. I did, but some criminals like this did drama and they stopped me from working actually for looting insurance. അങ്ങനെ എന്നെ വെച്ച് പല രീതിയിലുള്ള ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് മമ്മാക്കുള്ളത്. ഞാൻ കാനഡയിൽ പോകേണ്ടതാണ്, ആ കാനഡയിലെ വിസയെല്ലാം ഇതാക്കി പല രീതിയിൽ എന്റെ പൈസ 2,37,000 രൂപയാണ് എന്നെ മോഹിച്ചതുമാരും കൂടെ കൂടി. അങ്ങനെ പല രീതിയിൽ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സീനിയറിനെ കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് അയാളുടെ കൂടെ ചെല്ലാമോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, നമ്മളെ അവിടുന്ന് പറഞ്ഞു പിടിക്കുക. ഇങ്ങനെ പല എന്റെ കയ്യിൽ എല്ലാ തെളിവുകളുണ്ട്. FBL പിന്നെ കാറ്റാടി പല കമ്പനിയിൽ നമ്മൾ പോകും, അവരെ എവിടെയെല്ലാം വന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ പറഞ്ഞു പിടിക്കുന്ന ഇങ്ങനെ പല ഡ്രാമകളാണ് ഇവന്മാർക്കുള്ളത്. ഇവന്മാർ കൊല്ലും കൊലയും നടത്തിയെന്ന് പഠിച്ചുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സുബ്രഹ്മണ്യന്റെ ഭാര്യ വീട്ടുകാര് എന്തെല്ലാം ചെയ്തെന്നുള്ളത്. അതുപോലെ ഈ വാവ എന്ന് പറയുന്ന ചേച്ചി അതുപോലെ തന്നെ കൊന്നു. അതുപോലെ തന്നെ ഒരു സൗദാമിനി എന്ന് പറഞ്ഞ അമ്മയുടെ മോനെ ഭയങ്കര ആർട്ടിസ്റ്റാണ്, വെൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, നല്ലപോലെ പടം വരയ്ക്കുമായിരുന്നു. ആ ചേട്ടനെ ഇതുപോലെ തന്നെ കൊന്നിട്ട് വെള്ളത്തിൽ കുളത്തിൽ തള്ളി. എന്നിട്ട് ഇതുപോലെ തന്നെ ചെരുപ്പ് ഇങ്ങനെ കരക്കി വെച്ചു. അപ്പൊ ഇവര് ഇങ്ങനെ ചാടിയതാണെന്ന് വരുത്താനാണ് ഈ ചെരുപ്പ് കറക്റ്റായിട്ട് കരക്കി വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു ആത്മഹത്യ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരാൾ കറക്റ്റായിട്ട് ചെരുപ്പ് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ആയിരിക്കത്തില്ല, മനസ്സിലായില്ലേ. അപ്പൊ ഇതൊക്കെ ഇവര് കൊന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ചെരുപ്പൊക്കെ കറക്റ്റായിട്ട് വെച്ച് പോകുന്നതൊക്കെ. ഇതൊക്കെ വലിയ കള്ളത്തരങ്ങളാണ്. അതുപോലെ വേറൊരു സാമിൻ എന്ന് പറയുന്നൊരു അമ്മ ഇതുപോലെ കൊന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നാണ് പ്രിയാന്ന് പറയുന്നത് പറഞ്ഞത്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു അവരെ ആ സ്ത്രീയെ. ഇതെല്ലാം അവളുടെ ചേട്ടത്തിയാണ്. ഇവളുടെ ഈ കൽപ്പവല്ലി എന്ന് പറയുന്ന ചേട്ടത്തിയാണ് ഈ സാമിനി എന്ന് പറയുന്ന അമ്മ. അങ്ങനെ പിന്നെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീട്ടുകാരെ വിളിക്കുന്നത് മുരളി ചെല്ലമുരളി എന്ന് പറയുന്ന ആ ഓഫീസിനെ ഇതുപോലെ കൊന്നു കെട്ടിത്തൂക്കി. എന്നെ ഇതുപോലെ 2019 ഇതുപോലെ കഥയുണ്ടാക്കി കെട്ടിത്തൂക്കാൻ പ്ലാനൊക്കെ ഉണ്ട്. അന്ന് കുഞ്ഞുമോൻ ലാമുക്കിൽ കുഞ്ഞുമോൻ ഈ സുബ്രഹ്മണ്യന്റെ കൂടെ ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എന്റെ ഈ യൂട്യൂബ് എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പബ്ലിക്കിന്റെ അടുത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവന്മാരിങ്ങനെ കറണ്ടൊക്കെ പവർ കളഞ്ഞിട്ട് നടക്കും. ഞാൻ ചോദിച്ചു ഈ പവർ വരച്ചില്ലെന്ന് ചോദിച്ചു, പറഞ്ഞു വരച്ചില്ലത്. അപ്പം തന്നെ ഞാൻ ഉടനെ വന്ന് ഫേസ്ബുക്കിൽ ഇന്ന് പവർ വരച്ചില്ലെന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവന്മാരായിരിക്കും കപ്പയെന്ന് പവറിങ്. അങ്ങനെ പല കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ. ഒത്തിരി കള്ളന്മാരാണ് ഇവന്മാർ കൊന്ന് കെട്ടിത്തൂക്കുന്ന നല്ല പ്രാക്ടീസ് ഉള്ളവന്മാരാണ്. And Deepa Expenditure here inside my house, Sahavya Mandra Olavityammana PU മാവേലിക്കര. 690510 ആണ് എന്റെ പിൻ നമ്പർ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ വീടെന്ന് പറയുന്നത് 323 നമ്പർ SNDPയുടെ കിഴക്കേ വീടാണ്, ഓടിട്ട പഴയ വീട്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ സ്വന്തമാണ്, ഇതെനിക്ക് ഷെയർ ചെയ്തതാണ്, ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ കൈവശത്തിലും അവകാശത്തിൽ ഇരിക്കുന്ന വസ്തുവും അറിയുമാണ്. ഇങ്ങനെ നമ്മളെ വെച്ചിങ്ങനെ ഇൻഷുറൻസ് മോഷണമാണ് ചിലവന്മാരുടെ ജോലി. നമ്മളെ വെച്ച് കഥകൾ ഉണ്ടാക്കുക. ഈ പ്രധാനമന്ത്രി 2 വീട്ടിൽ നിങ്ങൾക്കെല്ലാം അറിയാൻ ഭയങ്കരമായിട്ട് കെട്ടിപ്പൊക്കി വെച്ചിട്ട് അതിനകത്തെല്ലാം ആൾക്കാർ കുറെ ആളുകളൊക്കെ വന്നിരുന്ന് വിശ്വജിത്ത് എന്ന് പറയുന്നവർ ഇതുപോലെ വന്നു ഹെൽമെറ്റും ഒക്കെ വെച്ച് പെരക്കകത്ത് ഹെൽമെറ്റ് വെച്ചിരിക്കുക. അങ്ങനെ